സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ വിഷയം വെള്ളാപ്പള്ളിയുടെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ ഇത്രയും ദിവസം 2-3 ദിവസമായി ഇതേവരെ ഒരു ചാനലിലോ ഒരു സോഷ്യൽ മീഡിയയിലോ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് സംസാരിക്കുന്നവരെ ഞാൻ കേട്ടില്ല. ചോദിക്കുകയാണ്, പെൺകുട്ടികൾ ചോദിക്കുകയാണ്, യുവാക്കൾ ചോദിക്കുകയാണ്, വെള്ളാപ്പള്ളിക്ക് എന്തിന്റെ പേരിലാണ് പത്മഭൂഷൺ കൊടുത്തത്? എന്തിന്റെ പേരിലാണ്? വർഗീയ വിഷം ചീറ്റുന്നതിലാണോ? ആളുകളെ വഴിപിഴപ്പിക്കുന്നതിലാണോ? അതായത് മദ്യം കൊടുത്ത് പിന്നെ മയക്കുന്നതിലാണോ? അതോ ഈ സമൂഹത്തില് ജാതീയമായ വേർതിരിവുണ്ടാക്കുന്നതിനാണോ ഈ അവാർഡ്, ഈ പത്മഭൂഷൺ? എന്തായാലും ശരി, പത്മഭൂഷന്റെ വില ഇല്ലാതായി. ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലയിൽ പ്രാവീണ്യമുള്ള, അതിന്റെ മികവ് തെളിയിച്ചിട്ടുള്ളവർക്കൊക്കെയാണ് സാധാരണ കേന്ദ്ര ഗവൺമെന്റ് അവാർഡുകൾ കൊടുക്കുന്നത്. അപ്പൊ ഈ അവാർഡ് കൊടുക്കാൻ എങ്ങനെയാണ് ഇയാളെ പരിഗണിച്ചത് എന്നുള്ളത് എല്ലാവർക്കും, അതായത് പിണറായി വിജയനെയാണ് സംശയമുനയിൽ നിർത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ ഡയറക്റ്റ് ആയിട്ട് ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ അത് നാളെ പ്രശ്നമാവും, പാർട്ടിക്കകത്തും അല്ലാതെ. അപ്പോ ഇയാള് വിദ്വേഷം പ്രചരിപ്പിക്കുന്നുള്ള എല്ലാവർക്കും, കേരളത്തിലുള്ള ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, കണ്ടതും കേട്ടതുമാണല്ലോ. ചാനലുകളിൽ ഇയാൾ രാവിലെയും വൈകുന്നേരവും മുഖവും മിനുക്കി വന്നിരുന്ന് ചെയ്യുന്ന പ്രവൃത്തികളും പറയുന്ന വാചകങ്ങളും എല്ലാം കേരള സമൂഹം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആരാണ്? അപ്പോ ഒരു ദല്ലാളിനെ കൊണ്ട്, അല്ലെങ്കിൽ വേറൊരു ബിനാമിയെ കൊണ്ടു ഇയാളെ ശുപാർശ ചെയ്യിച്ചതാണെന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇത് സത്യമൊക്കെ പുറത്തു വരും. ഇപ്പൊ കാര്യം സത്യങ്ങളൊന്നും അറിയാനുള്ള വഴികളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് അടച്ചിരിക്കുകയാണ്. വിവരാവകാശ രേഖകൾ പലതിനും, അതായത് UPA ഗവൺമെന്റ് കൊണ്ടുവന്ന പല പദ്ധതികൾ തന്നെ അവർ പുതിയ പേരിൽ, അതായത് പേര് മാറ്റുന്നു, അല്ലാതെ വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഇത്രയും വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട് അവരുടേതായ ക്രിയാത്മകമായ എന്തെങ്കിലും ഒരു പദ്ധതി സാധാരണ ജനങ്ങൾക്കായിട്ട് ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നതെല്ലാം മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികൾക്ക് പേര് മാറ്റി പുതിയ പേരിടുന്നു, അത്ര തന്നെ. അതായത് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നത് പോലെ ഈ പദ്ധതികളുടെ പേര് മാറ്റുന്നു. മോഡിക്ക് താല്പര്യമുള്ള RSS സംഘപരിവാർ ശക്തികളുടെ നേതാക്കന്മാരുടെയും